ഞാൻ ഡോക്ടർ ജെയിംസ് പോൾ. കേരളം ചൂട് പിടിക്കുകയാണ്. പാമ്പുകൾക്ക് പോലും മാളത്തിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ അനവധി പേർക്ക് പാമ്പ് കടിയേൽക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യർക്കും നിരവധിയായിട്ടുള്ള ദേഹ അസ്വാസ്ഥ്യങ്ങൾ കണ്ടുവരുന്നു. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം? അത് ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതായത് ചൂട് കൂടുമ്പോൾ എന്താണ് മനുഷ്യശരീരത്തിൽ സംഭവിക്കുന്നത്? മറ്റൊന്നുമല്ല, ഡീഹൈഡ്രേഷൻ. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രക്തത്തിൻ്റെ കട്ടി കൂടുന്നു, അതിൻ്റെ കൺസിസ്റ്റൻസി കൂടുന്നു, അല്ലെങ്കിൽ വിസ്കോസിറ്റി കൂടുന്നു. അപ്പോൾ കാപ്പിലറി റേസ് കുറയുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശരീരത്തിലെ പ്രധാന അവയവങ്ങൾ, അതായത് ബ്രെയിൻ, ലിവർ, ഹൃദയപേശികൾ, കിഡ്നി എന്നിവയിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയോ കുറയുകയോ ചെയ്യുന്നു. അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് പല വിധത്തിലുള്ള കെടുതികൾ പ്രകടിപ്പിക്കുന്നത്. ഇപ്പം ബ്രെയിനിലേക്കുള്ള രക്തപ്രവാഹമാണ് കുറയുന്നതെങ്കിൽ അത് ഫറ്റീഗ് അനുഭവപ്പെടും. അതേപോലെ തന്നെ മോഹാത്സ്യം ഉണ്ടാകാം, കൺഫ്യൂഷൻ ഉണ്ടാകാം, ചിലപ്പോൾ മസ്തിഷ്ക ആഘാതവും ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഹൃദയപേശികളിലേക്കുള്ള രക്തപ്രവാഹം കുറയുമ്പോൾ ഹൃദയ ആഘാതം വരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെ കരളിലേക്കുള്ള രക്തപ്രവാഹം, ശരാശരി 1500 ml രക്തം ഒരു മിനിറ്റിൽ കരളിൽ കയറി ഇറങ്ങുന്നു. അപ്പോൾ അതിൻ്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കരളിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു. അപ്പം കുറേ സംഭവങ്ങൾ, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, പല വിധത്തിലുള്ള കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ എല്ലാം ഉൽപ്പാദനങ്ങൾ തടസ്സപ്പെടുന്നു. പിന്നെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെയൊക്കെ ഉൽപ്പാദനം, നിയന്ത്രണം, അതിൻ്റെ എക്സ്ക്രീഷൻ ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. അപ്പം ആന്തരിക അവയവങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് പല വിധത്തിലുള്ള കെടുതികൾ മനുഷ്യശരീരത്തിൽ പ്രകടമാകുന്നത്. കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മറ്റ് ആന്തരിക അവയവങ്ങൾ, അതായത് ബോഡി സബ്സ്റ്റൻസ്, എസ്പെഷ്യലി ബോഡി ഫ്ലൂയിഡ്സ്, ഇതിൻ്റെ എല്ലാം ഉൽപ്പാദനം, നിയന്ത്രണം, അതിൻ്റെ എക്സ്ക്രീഷൻ ഇതിനെല്ലാം ബാധിക്കുന്നതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ശരീരത്തിൽ പ്രകടമാകുന്നു. ഇതിന് ഏക മാർഗം ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് കുറയാതെ നോക്കുക, ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതെ നോക്കുക. അത് മാത്രമാണ് ഏക പോംവഴി. താങ്ക് യു.